ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഈ ആഴ്ചയിലെ തന്നെ തൊഴിൽ വാർത്തയിലെ ഒരു സെറ്റ് കറണ്ട് അഫയേഴ്സ് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. 2 സെറ്റായിട്ടാണ് ഇതുള്ളത്. ആദ്യം ഒരു സെറ്റ് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് LGS മാത്സിനും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സ് തുടങ്ങാം. വളരെ ചെറിയ ഫീസേ ഉള്ളൂ. കമ്പനി ബോർഡ് LGS മാത്സ് ആണെങ്കിൽ 500 രൂപയേ ഉള്ളൂ. സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതായിരിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ കോഴ്സ് ഫീ 100 രൂപയേ ഉള്ളൂ. അവിടെ ആഴ്ചയിൽ 5 ദിവസം ഓരോ ദിവസവും 25 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരിക്കും പഠിക്കുന്നത്. അത് ക്വിസ് മോഡലാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ് LGS മാത്സ് ആണെങ്കിൽ അത് ടോപ്പിക് വൈസ് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തിടെ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. അടുത്തിടെ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ഗ്രോക്ക് പീഡിയ. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ഗ്രോക്ക് പീഡിയ 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് ബ്രസീൽ. ഇന്ത്യക്ക് 10ാം സ്ഥാനം. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് ബ്രസീൽ. ഇന്ത്യക്ക് 10ാം സ്ഥാനം. വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം അമേരിക്ക. വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം അമേരിക്ക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര P. ശ്രീവാസ്ത. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര P. ശ്രീവാസ്ത. ആംഗ്ലിക്കൻ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനമായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയ ആദ്യ വനിത സാറ മുല്ലള്ളി. ആംഗ്ലിക്കൻ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനമായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയ ആദ്യ വനിത സാറ മുല്ലള്ളി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശക്തി. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശക്തി. 2025 ഇറാനി ട്രോഫി ജേതാക്കളായ ടീം വിദർഭ. 2025 ഇറാനി ട്രോഫി ജേതാക്കളായ ടീം വിദർഭ. അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയുടെ മുൻ പ്രസിഡന്റ് ജോസഫ് കബീല. അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയുടെ മുൻ പ്രസിഡന്റ് ജോസഫ് കബീല. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ വനിതാ താരം സ്മൃതി മന്ദന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ വനിതാ താരം സ്മൃതി മന്ദാന. ഗാന്ധിജിയുടെ ആത്മകഥയ്ക്ക് 100 വയസ്സ്.
മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ 100-ാം വർഷത്തിലേക്ക് കടന്നു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ 100-ാം വർഷത്തിലേക്ക് കടന്നു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ 1925 നവംബറിലാണ് നവജീവനിൽ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ആദ്യ ഭാഗം 1927-ലും രണ്ടാം ഭാഗം 1929-ലും പുറത്തു വന്നു. 1925 നവംബറിലാണ് നവജീവനിൽ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ആദ്യ ഭാഗം 1927-ലും രണ്ടാം ഭാഗം 1929-ലും പുറത്തു വന്നു. ഇംഗ്ലീഷിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമായി പുസ്തകത്തിൻ്റെ 61 ലക്ഷം കോപ്പികൾ വിറ്റുപോയി. 21.9 ലക്ഷം കോപ്പികളുമായി ഇംഗ്ലീഷാണ് മുന്നിൽ. 9.1 ലക്ഷം കോപ്പികളുമായി മലയാളമാണ് രണ്ടാം സ്ഥാനത്ത്. ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലുമായി പുസ്തകത്തിൻ്റെ 61 ലക്ഷം കോപ്പികൾ വിറ്റുപോയി. 21.9 ലക്ഷം കോപ്പികളുമായി ഇംഗ്ലീഷാണ് മുന്നിൽ. 9.1 ലക്ഷം കോപ്പികളുമായി മലയാളമാണ് രണ്ടാം സ്ഥാനത്ത്. 2009 നവജീവൻ പ്രസ്സിന് പുസ്തകം അച്ചടിക്കുന്നതിനുള്ള പകർപ്പവകാശം അവസാനിച്ചിരുന്നു. ഇംഗ്ലീഷ് ഇതര ഭാഷകളിൽ കൂടുതൽ പുസ്തകം വിറ്റഴിയുന്നത് മലയാളത്തിലാണ്. പാചകവാതകം കൊണ്ടുപോകാൻ ശിവാലിക് കപ്പൽ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച പുതിയ വെരി ലാർജ് ഗ്യാസ് കാരിയർ കപ്പലായ ശിവാലിക് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകം കൊണ്ടുപോകാൻ ശിവാലിക് കപ്പൽ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച പുതിയ വെരി ലാർജ് ഗ്യാസ് കാരിയർ കപ്പലായ ശിവാലിക് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ പഠിക്കാം. എന്താണ്? കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. പാചകവാതകം കൊണ്ടുപോകാനായിട്ട് ഇനി ശിവാലിക് കപ്പലാണ് ഉപയോഗിക്കുന്നത്. വലിയ അളവിൽ പാചകവാതകങ്ങളായ LPG, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ കൊണ്ടുപോകാൻ ശേഷിയുള്ള കപ്പലാണിത്. ദക്ഷിണ കൊറിയയിലാണ് കപ്പൽ നിർമ്മിച്ചത്. 82,000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള കപ്പലിന് 225 മീറ്ററിലധികം നീളമുണ്ട്. ഊർജ ആവശ്യങ്ങൾക്കായി വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിവാലിക് നിർമ്മിച്ചത്. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക് 85-ാം സ്ഥാനം. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക് 85-ാം സ്ഥാനം. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ 85-ാം റാങ്കിലേക്ക് പിന്നോട്ടു പോയി. കഴിഞ്ഞ വർഷം 80-ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് 2024 62 രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ 2026 ഇത് 57 രാജ്യങ്ങളായി ചുരുങ്ങി. 193 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാവുന്ന സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ടാണ് ഒന്നാമത്. 193 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാവുന്ന സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ടാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്ത്. ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം 3ഉം 4ഉം. തേജസ് MK-1 വിമാനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് MK-1ൻ്റെ ആദ്യ പറക്കൽ വിജയകരമായി നടന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇനത്തിൽപ്പെടുന്ന തേജസ് MK-1 നിർമ്മിച്ചത്.
തേജസ് MK-1 വിമാനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് MK-1ന്റെ ആദ്യ പറക്കൽ വിജയകരമായി നടന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇനത്തിൽപ്പെടുന്ന തേജസ് MK-1 നിർമ്മിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം കൂടെ പഠിക്കാം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. 2024 ഹരിതഗൃഹ വാതകത്തോത് ഉയർന്ന വർഷം. 2024 ഹരിതഗൃഹ വാതകത്തോത് ഉയർന്ന വർഷം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ തോത് ഏറ്റവും ഉയർന്ന വർഷമായി 2024. മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ ബഹിർഗമന തോതിനും ഗണ്യമായ വർധനയാണ് 2024 രേഖപ്പെടുത്തിയത്. 1957 അളവുകൾ രേഖപ്പെടുത്താൻ ആരംഭിച്ചത് മുതൽ രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്കാണിത്. 2024 കാർബണിൻ്റെ സാന്ദ്രത 424 പാർട്സ് പെർ മില്യൺ ആയിരുന്നു. മീഥെയ്ൻ 1942, നൈട്രസ് ഓക്സൈഡ് 338 എന്നിങ്ങനെയാണ് മറ്റ് വാതകങ്ങളുടെ കണക്കുകൾ. വ്യാവസായിക കാലഘട്ടത്തിന് മുൻപുള്ള കാലം മുതൽ ഈ വാതകങ്ങളുടെ അളവ് 152%, 266%, 125% എന്നിങ്ങനെ വർദ്ധിച്ചു. ഇപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് നിലവിലെ താപന പ്രഭാവത്തിൻ്റെ 2/3 കാരണം. 2024 ഹരിതഗൃഹ വാതകത്തോത് ഉയർന്ന വർഷം. സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ. കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭാരതപ്പുഴയിൽ തുടക്കമായി. കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭാരതപ്പുഴയിൽ തുടക്കമായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായി കടവിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഗോവൻ മാതൃകയിലാണ് ജലബന്ധാര പണിയുക. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായി കടവിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഗോവൻ മാതൃകയിലാണ് ജലബന്ധാര പണിയുക. ചെക്ക് ഡാം ഇല്ലാതെ ഷട്ടറുകൾ ക്രമീകരിച്ച് ജലനിരപ്പ് നിയന്ത്രിക്കുന്ന നിർമ്മിതിയാണ് ജലബന്ധാര. ഷട്ടറുകൾ മുകളിൽ നിന്നാണ് നിയന്ത്രിക്കുക. ഇതിലൂടെ ജലസംഭരണം ഫലപ്രദമാക്കാൻ സാധിക്കും. വർഷകാലങ്ങളിൽ ഷട്ടറുകൾ പൂർണ്ണമായി മാറ്റുന്നു. അതിനാൽ പുഴയുടെ സുഗമമായ ഒഴുക്ക് സാധ്യമാകും. 3.6 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ ഭാരതപ്പുഴയിൽ തുടക്കമായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായി കടവിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഗോവൻ മാതൃകയിലാണ് ജലബന്ധാര പണിയുക. ഇന്ത്യയിൽ കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ സിൻക്രണൈസ്ഡ് എസ്റ്റിമേഷൻ 2025 സർവേയിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് 22,446 കാട്ടാനയുണ്ടെന്ന് കണ്ടെത്തി. 2017 27,312 കാട്ടാന ഉണ്ടായിരുന്നു. നിലവിൽ 17% കുറവാണ് രേഖപ്പെടുത്തിയത്. DNA അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ കണക്കെടുപ്പാണിത്. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം, പ്രോജക്റ്റ് എലിഫന്റ്, WAI എന്നിവ സംയുക്തമായാണ് സർവേ നടത്തിയത്. ആനപ്പിണ്ടങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കേരളത്തിൽ 2785 കാട്ടാനയുണ്ട്. രാജ്യത്താകെയുള്ള കാട്ടാനകളുടെ 12.4% വരുന്നതാണിത്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻ്റൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതിൽ കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് വായിച്ചതേ ഉള്ളേ. ഈ കാട്ടാനയുടെ കാര്യമൊക്കെ. താലിബാൻ്റെ ഇന്ത്യ സന്ദർശനം. അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുത്താഖിയും സംഘവും ഇന്ത്യ സന്ദർശിച്ചു. 2021 അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായാണ് ഒരു താലിബാൻ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. നയതന്ത്ര, സാമ്പത്തിക സഹകരണം, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങളുടെ വികസനം എന്നിവയെല്ലാം ചർച്ചയായി. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ അഫ്ഗാനിൽ 6 പദ്ധതികൾ തുടങ്ങും. താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. താലിബാന്റെ ഇന്ത്യ സന്ദർശനം. അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുത്താഖിയും സംഘവും ഇന്ത്യ സന്ദർശിച്ചു.
പങ്കജ് ധീർ. നടൻ പങ്കജ് ധീർ അന്തരിച്ചു. മലയാളം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. BR ചോപ്രയുടെ മഹാഭാരതം പരമ്പരയിൽ കർണന്റെ വേഷം അഭിനയിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റി. ചന്ദ്രകാന്ത, ബധോ ബാഹു തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1990 കെ മധു സംവിധാനം ചെയ്ത രണ്ടാം വരവ് എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ അഭിനയിച്ചത്. പർവാന, മൈ ഫാദർ ഗോഡ് ഫാദർ സംവിധാനം ചെയ്തു. അപ്പോൾ നടൻ പങ്കജ് ധീർ അന്തരിച്ചു. രവി നായിക്. ഗോവ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ കൃഷി മന്ത്രിയുമായ രവി നായിക് അന്തരിച്ചു. 1984 ആദ്യമായി നിയമസഭാ അംഗമായി ഒരു തവണ നോർത്ത് ഗോവ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. ഗോവ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ കൃഷി മന്ത്രിയുമായ രവി നായിക് അന്തരിച്ചു. റെയ്ല അമോള ഒഡിംഗ. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയ്ല അമോള ഒഡിംഗ അന്തരിച്ചു. മകളുടെ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലെത്തിയ ഒഡിംഗ കുഴഞ്ഞു വീണാണ് മരിച്ചത്. 2008-2013 കാലത്താണ് ഒഡിംഗ കെനിയയുടെ പ്രധാനമന്ത്രിയായത്. കെനിയയിലെ ബോണ്ടോയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. റെയ്ല അമോള ഒഡിംഗ. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയ്ല അമോള ഒഡിംഗ അന്തരിച്ചു. ഓക്കെ, കറണ്ട് അഫയേഴ്സ് അപ്പം 2 സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് 2 സെറ്റായിട്ട്. ഇതിന് മുന്നേ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ നിങ്ങൾ പഠിച്ചോണം കേട്ടോ. അപ്പോൾ അതും പഠിച്ചോണം. കറണ്ട് അഫയേഴ്സ് മുഴുവനും പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.